ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിലിൽ 48 വർഷം കിടക്കേണ്ടി വന്ന ഒരാളുടെ ജീവിതത്തിനെ കുറിച്ച് പോവുകയാണ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അമേരിക്കയിലെ ഒക്കലഹോമിൽ ഗ്ലിൻ സിമ്മൻസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച്. അദ്ദേഹം എന്തായാലും ഇപ്പോൾ ജയിൽ മോചനം നേടിയിരിക്കുന്നു. തകർന്നുപോയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നെടുവീർപ്പിടുകയാണ് ഇന്ന് ഗ്ലിൻ സിമ്മൻസിന്റെ ആ ജീവിതത്തെക്കുറിച്ച് നെടുവീർപ്പിടുകയാണ് പഞ്ചമിയുണ്ടോ നമുക്കിപ്പം? പഞ്ചമി, അതായത് നമ്മൾ ഈ വിധിയുടെ ക്രൂരത എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഗ്ലിൻ സിമ്മൻസിന്റെ ജീവിതത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ശരിയാണ് എന്ന് തോന്നുന്നു. കാരണം 22ാമത്തെ വയസ്സിലാണ്, അതും ഒരു മദ്യശാലയിൽ ഉണ്ടാകുന്ന തർക്കത്തെ തുടർന്ന് ഒരു മോഷണവുമായി ബന്ധപ്പെട്ട തർക്കം അതൊരു കൊലപാതകത്തിലേക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അറസ്റ്റിലാകുന്നു, ജയിലിലാകുന്നു. സുവർണകാലം എല്ലാം ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ 48 വർഷങ്ങൾക്ക് ശേഷമാണ് ജയിൽ മോചിതനാകുന്നത്. നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിലും എന്തൊക്കെ ന്യായീകരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ സുവർണകാലം, യൗവനം അതൊക്കെ തടങ്കലിലായിരുന്നു, ജയിലറയ്ക്കുള്ളിലായിരുന്നു. എന്തൊക്കെയാണ് പഞ്ചമി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഗ്ലിൻ സിമ്മൻസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്? അതെ സേതു, ഇത് 1974 ഒക്ലഹോമയിലാണ് ഒരു മദ്യവിൽപ്പന കേന്ദ്രത്തിലാണ് ഈ ഒരു കൊലപാതകം നടന്നത്. അങ്ങനെ പോലീസിന് പ്രതിയെ പിടികൂടാൻ പറ്റാതെ വരികയും അങ്ങനെ കുറച്ച് സംശയം തോന്നിയിട്ടുള്ള കുറച്ച് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ആക്രമണത്തിലെ ദൃക്സാക്ഷിയായിട്ടുള്ള മറ്റൊരു സ്ത്രീയെ ഈ പ്രതികളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ ദൃക്സാക്ഷി ചൂണ്ടിക്കാട്ടിയ ആളാണ് ഗ്ലിൻ സിമ്മൻസ്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ കോടതി അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയുമാണ് ചെയ്തത്. ഇത് ഒന്ന് ഓർത്തു നോക്കൂ, ഒരു മനുഷ്യൻ്റെ നല്ല ജീവിതത്തിൻ്റെ 48 വർഷങ്ങളാണ് അവിടെ ഇല്ലാതായത്. ഇതിനാരാണ് സമാധാനം പറയേണ്ടത്? അതായത് പോലീസിനോ നിയമത്തിനോ ഇതിൽ ഇനി സമാധാനം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല കാലമാണ് അവരവിടെ കളഞ്ഞത്. അതിനിപ്പം എത്ര നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല കാലം ഇനി തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിരപരാധിയായിട്ടുള്ള ഞാനിപ്പോൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും ഞാൻ ഇത്രയും വർഷം കഠിനമായിട്ട് ഈ ജയിൽവാസം അനുഭവിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് സഹിക്കാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ ഇദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ജയിലിന് പുറത്തെത്തിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു ക്യാൻസർ പോലുള്ള അസുഖമുണ്ട് എന്ന് പോലും ഇദ്ദേഹം മനസ്സിലാക്കുന്നത്.